കൊല്ലം മുളങ്കാടകം കാനകവയൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന ഉത്സവാഘോഷങ്ങൾ ഭക്തഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ആത്മാവിനെ ഉണർത്തുകയും ചെയ്യുന്ന മഹത്തായ ആത്മീയ സംഗമമായി മാറി. മഹാഗണപതി ഹോമം, സർവൈശ്വര്യ പൂജ, സത്സംഗം, ഭജന തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്ര അന്തരീക്ഷത്തെ മന്ത്രമയമാക്കി. ബ്രഹ്മചാരി സൂക്ഷ്മാമൃത ചൈതന്യയുടെ ആത്മീയ വചനങ്ങൾ ഭക്തർക്ക് ആത്മപ്രകാശത്തിന്റെ ദീപ്തി പകർന്നു. ധാർമ്മിക മൂല്യങ്ങൾ ക്ഷയിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ധർമ്മപദത്തിൽ നിലകൊള്ളുക എന്നതാണ് മനുഷ്യന്റെ യഥാർത്ഥ കടമ എന്ന സന്ദേശം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സാംസ്കാരിക പാരമ്പര്യങ്ങളും ആത്മീയ മൂല്യങ്ങളും തലമുറകളിലൂടെ കൈമാറപ്പെടുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നത്. ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ സമത്വവും സമാധാനവും ക്ഷയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്തിയും ധ്യാനവും ചേർന്ന ഈ മഹോത്സവം ഭക്തഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ആത്മാവിനെ ഉണർത്തുകയും ചെയ്യുന്ന മഹത്തായ ആത്മീയ സംഗമമായി മാറി. ഒരു ക്ഷേത്രം നമ്മുടെ ദുഃഖഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു. അത് നല്ലതാണ്, ഈശ്വരനോട് തുറന്നു പറയാനൊരു അവസരം നമുക്ക്. പക്ഷെ എന്താ അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആപത്ത്? ക്ഷേത്രപൂജയും ആണ്ടുതോറുള്ള ഉത്സവം കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയാണ്. അത് പോരാ, അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഉയരണം. വ്യാസഭഗവാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലെ ദുഃഖം മാറ്റാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് കേൾക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാതെ പോയാൽ ജീവിതം വ്യർത്ഥമായിട്ട് ഈ ലോകത്ത് നിന്ന് നമുക്ക് വിട പറയേണ്ടി വരും. സന്തോഷമായി ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ബേണിങ്, ഒരു എരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഹാപ്പിയായി ജീവിക്കേണ്ടവരാണ് നമ്മൾ ജീവിക്കുന്ന അതേ ലോകത്ത് തന്നെ ഒരു മഹാത്മാവും സന്തോഷമായി ജീവിക്കും. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദുഃഖം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യാസഭഗവാൻ മഹാഭാരതത്തിലൂടെയും രാമായണത്തിലൂടെയും ഭാഗവതത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയൊക്കെ നമുക്കതിനുള്ള മറുപടികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കേൾക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങളിൽ സൃഷ്ടിക്കുകയോ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഞാൻ കേരളത്തിനകത്തും പുറത്തും നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. ആകെ അവർ ഫോക്കസ് ചെയ്യുന്നത് ആണ്ടുതോറുള്ള ഉത്സവം എങ്ങനെ നടത്താം, അതിനു വേണ്ടിയുള്ള ഒരു വർഷത്തെ താല്പര്യവും ഒരു വർഷത്തെ പ്രയത്നവും അതുമാത്രമായിട്ട് ചുരുങ്ങി വരുന്നു. संग्राम श्रीय प्रोजन ब्रह्मवर्त से नमः।